ചവണിക്കാൻ മുറിയിൽ ഉമ്മൻകോശി എന്നാണ് അയാളുടെ പേര്. പിന്നെ പൊളിക്കാനുള്ള കാരണം ഇതിൻ്റെ അകത്ത് 2 തെങ്ങ് നിന്നേച്ചപ്പോൾ അയാൾ ഈ പെരമ്മ വീണിട്ട് ഇറ്റിയൊക്കെ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഒരു കൊല്ല് കെട്ടിയിട്ട് സാറേ പെരമ്മ തെങ്ങ് വീണമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അതിൻ്റെ ഏതാണ്ട് ഏക്കർ ഉള്ളിൽ തോന്നി. പെരയാണ് തെങ്ങാണ് ആദ്യം ഉണ്ടായ പെരയിലുണ്ടോ. അങ്ങനെ ഞങ്ങൾ 3-4 പ്രാവശ്യം ഇവിടെ കോർപ്പറേഷനിൽ കടലാസ് കൊടുത്തിട്ട് ഈ അക്കടെ ക്ലാസ്മേറ്റാണ് അവിടെ ഇരുന്നിട്ട് അവളൊക്കെ ചുറ്റിക്കുട്ടി ഇത് കുട്ടിയിലിട്ട് കിടന്നു. അവൾ 40,000 രൂപ മരുന്നും കെട്ട് അവിടെ നിന്ന് പോയി. ഈ ചുറ്റിയിട്ട് അവിടെ പോയി. അങ്ങനെ അതാണ് കാരണം. ഈ തെങ്ങ് മുറിച്ചെന്നുള്ള കാരണമാണ് 10 കൊല്ലമായി ഞങ്ങളെ കൊണ്ട് അടിച്ചു വാരി തേച്ച് കഴുകി അണ്ടത്തുണി തിരുമ്മി ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ കഞ്ഞി മേടിച്ചുകൊണ്ട് വന്ന് ഗോതമ്പൊടി കൊടുക്കുന്നതാണ്. ഇതൊക്കെ നാട്ടുകാർ തന്നതാണ്. ഇത് കുറേയൊക്കെ നാട്ടുകാർ തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടിട്ട് അയാൾ പെര പൊളിക്കാണ്ട് സമ്മതിക്കില്ലെന്ന്. അയാളിനി ചെയ്യാനുള്ളതൊന്നുമില്ല. ലാസ്റ്റ് അയാൾ ഗുളിക തിന്നാണ് ചേർത്തത്. കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. പിന്നോടെ ഇവിടെ ഒരു നസ്ലേറ്റുകാരാണ്, ഇവിടുത്തെ ഈ അമ്പലക്കാരും നോക്കിയില്ല ഞങ്ങൾ. അവർക്കൊക്കെ പണം കൊടുത്ത് മറിച്ച് ഇയാളിതൊക്കെ ചെയ്തിട്ട് അവരാരും നോക്കിയില്ല. അവരൊക്കെ വരൂലെന്ന് പറയും. എന്നിട്ട് എൻ്റെ ഇളയ മതി എന്ന് പറഞ്ഞൊരു നസ്ലേറ്റുകാരോടാണ് അറിഞ്ഞുകൂടാഞ്ഞവൻ എൻ്റെ മക്കൾ കണ്ടുപിടിക്കാനൊന്നും പോകില്ലായിരുന്നു. നസ്ലേറ്റുകാരാണ് അവർ വന്നതും കൂടെ വാജീവനെ നമുക്ക് ഇല്ല. അവർ വന്നപ്പോൾ എസ്ഐനെ വിളിച്ചപ്പോൾ എസ്ഐ പറഞ്ഞ് പന്തംകുളത്തുകാരെ അവരുടെ വീട്ടിലൊടിയിലിടാൻ പറഞ്ഞു. അവരിവിടെ ഇട്ട് പന്തമുണ്ടാക്കി 10-30 ഒരു ആൾക്കാർ കൂടി വിളിച്ച് അവിടെ ചെന്നപ്പോൾ അവൻ പോലീസിനെ വിളിച്ചിട്ട് എനിക്ക് കൊട്ടേഷൻ വന്നത്. എസ്ഐ പറഞ്ഞു പിന്നെ നീ വയസ്സായ കള്ളനെ അടിച്ച് വഴിയിലിട്ടുണ്ട് പെരയും വിളിച്ചിട്ട് നിനക്ക് കൊട്ടേഷൻ ഞാനായിട്ടാണ് അറിയുന്നുണ്ടെന്ന് തെറി പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് 2 പോലീസ് കൂടി വണ്ടിക്ക് ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ നിൽക്കണം, എൻ്റെ മോനും ഇവിടെ നിൽക്കണം. വന്നിട്ട് തന്നെ ഇങ്ങനെ അമ്മേ കഞ്ഞിയിൽ മണ്ണ് വീണ സത്യം ഭഗവാൻ തന്നെ മണയല്ലോ പറയണം. കഞ്ഞിയിൽ മണ്ണ് വീണ കാരണം ചെയ്തമ്മ ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ലേ. അമ്മ മുണ്ടുമാറിക്ക് അമ്മനോടടുത്ത് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ മോനെ നോക്കിയപ്പോൾ മോൻ തലവിട്ടു. മുണ്ടുമാറി മോനെ ഞാൻ കൂടിപ്പോയി. ഞങ്ങളവിടെ കൂടി എല്ലാ കാര്യവും അങ്ങനെയാണ് ചെയ്ത് തന്നെ. പിന്നെ ഒരു 5-6 മണി അവിടെ ഉണ്ട്. കളക്ടറുണ്ട്, അല്ല എസ് ഐ ഉണ്ട്. പിന്നെ എസ് ഐക്ക് പറ്റിയ ആൾക്കാർ പോലീസുകാരൊക്കെ അവരൊക്കെ കൊണ്ടുപോയി. ഏതെല്ലാം കോടതി അമ്മ കയറി ഇറങ്ങി വേണം, ഏതെല്ലാം റാന്ന എഴുതാൻ എനിക്ക് അറിഞ്ഞുകൂടാൻ വേണേ. അവിടെയൊക്കെ ചെന്നിട്ട് എന്നോട് നല്ല സ്നേഹത്തിൽ ആൾക്കാർ പെരുമാറുവാണ്. വയസ്സായിട്ട് പാകത്തം കണ്ടിട്ട് എന്താണെന്ന് എനിക്കറിയാം. മോൻ്റെ പ്രായമുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അമ്മ ധൈര്യമായിട്ട് അവിടെ പെര വെച്ച് പാർക്കും. ഞങ്ങളുണ്ട് അമ്മയുടെ പറയും, ഞങ്ങളുണ്ട്. അവരെ ഞങ്ങൾ നശിപ്പിച്ചിരിക്കുള്ളൂ. ഇവിടെ വന്ന് എസ് ഐമാരൊക്കെ പൊളിക്കണോട് ഇപ്പം പറയണേ അമ്മാവിടെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. അയാൾക്കടെ ലോഡിക്ക് തല കുത്തി വീഴുവാൻ വന്നു. ബാക്കി പൊളിച്ച് പെട്ടിൻ്റെ എന്താ ചത്താ ഗുളിക തിന്നിയാകാൻ തോന്നിയാണ്. ഇവിടേക്ക് ഇപ്പോൾ കഴിഞ്ഞാണ് അമ്മാമൊന്നും കൊണ്ടുപോയില്ല. അവനെ ഇവിടെ കിട്ടിയാ തിളപ്പിച്ച് കൊടുക്കില്ല. നമ്മ എന്തെങ്കിലും നാട്ടുകാരോട് കൈ പിടിക്കാൻ അവർക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ അവർ ചോദിച്ചില്ല, വില കൊടുത്തല്ലേ കൊണ്ടായപ്പോൾ കൊടുത്തവർ മേടിച്ച് എത്ര കാര്യം. അതായിട്ട് എന്നോട് ചോദിച്ചാൽ അവിടെ തന്നെ വെച്ച് താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിൻ്റെ ഇട്ടുമെന്ന് പറഞ്ഞു. അല്ലാണ്ട് തൻ്റെ മുതൽ എനിക്ക് താന്ന് പറഞ്ഞ് കുത്തി പിടിക്കലാണ് എൻ്റെ ശരി. അപ്പോൾ പോലീസുകാരൊക്കെ എന്നാന്ന് പെണ്ണുങ്ങളൊക്കെ ഒന്ന് പിച്ചണം, സ്ഥലം തരാൻ മകനെ ജോലിക്ക് സ്ഥലം തരാൻ. ഞാൻ പറഞ്ഞു അതൊന്നും പാടില്ല. അവരെന്തെങ്കിലും കണ്ടിട്ടാണല്ലോ അവിടെ തന്നെ വെച്ചിട്ട് പറക്കാൻ പറഞ്ഞാൽ എനിക്ക് സ്ഥലം മതിയെന്ന് പറയാനുള്ള തൻ്റെ ആയിട്ടും എനിക്കില്ല. സാറിൻ്റെ ഇഷ്ടം മതിയെന്ന് അങ്ങനെ തന്നെയാണ്. ഞാൻ പറ്റാണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞെങ്കിൽ ഈ 2 ജനുവരി മാറ്റണം, 3 ജനുവരി മാറ്റണം, 3 കട്ടല വെക്കണം. അവിടെ ഇനി കാശൊന്നുമില്ല. 10-90 രൂപ. എനിക്ക് 4 മക്കളുണ്ട്. ഒരെണ്ണം മരിച്ചു, 3 എണ്ണം ഉണ്ട്. അവരാരും നോക്കൂല. നോക്കാൻ അവർക്ക് കഴിവില്ല. പിന്നെ നോക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അന്വേഷിക്കാത്തൊരു മട്ടാണ്. വിളിക്കുകയോ ചോദിക്കുകയോ ചെല്ലുമ്പോൾ കഞ്ഞിയോ കൂട്ടാനൊക്കെ തരും. അതൊക്കെ പറ്റുള്ളൂ. എനിക്കിവിടെ ഒന്ന് കാശ് മറ്റേ തന്നെ അവർക്ക് കഴിയില്ല. അങ്ങനെ